ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റെസ്ലിംഗ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു ന്യൂസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ഒരു റസിൽമേനിയ എന്ന് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഇവൻറ്റിലേക്ക് ഇനി ഒരാഴ്ച മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ റസിൽമേനിയയിലെ ഒട്ടുമിക്ക മത്സരങ്ങളും WWE ഒഫീഷ്യലി കൺഫേം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഇതുവരെ WWE ഒരു കൺഫേം ചെയ്യാത്ത ഒരു മത്സരം എന്ന് പറയുന്നത് WWE ചാമ്പ്യൻഷിപ്പാണ്. WWEയുടെ വലിയൊരു ചാമ്പ്യൻഷിപ്പ് തന്നെയാണ്. പക്ഷേ ഇതുവരെ അതൊരു തീരുമാനം എന്ന് പറയുന്നതായിട്ടില്ല. അപ്പോൾ അവസാന ആഴ്ചയിൽ നടന്ന അതിൻ്റെ ഒരു യോഗ്യതാ മത്സരത്തിൽ കോഫി കിങ്സ്റ്റൺ പരാജയപ്പെടുന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു സ്മാക്ക് ഡൗണിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അത് വിൻസ് മിക്മാൻ്റെ ഒരു സ്ക്രൂ ജോബ് ആയിരുന്നു എങ്കിലും അപ്പോൾ അത് മത്സരം ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. എന്നൊക്കെ ഇരുന്നാലും ഈ ഒരു മത്സരം നടക്കുമെന്നുള്ളത് നമുക്കറിയാം, നമുക്കത് തീർച്ചയാണ് ഈ ഒരു മത്സരം നടക്കുമെന്നുള്ളൊരു കാര്യത്തിൽ. അത് നേരത്തെ തന്നെ അതിൻ്റെ റൂമറുകളുണ്ടായിരുന്നു, ഈ ഒരു മത്സരം നടക്കുമെന്നുള്ളത്. അപ്പോൾ കോഫി കിങ്സ്റ്റണെ ആ ഫൈനൽ മൊമെൻറ്റിൽ റസിൽമേനിയയിലേക്ക് അവസരം ലഭിക്കുമെന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. പക്ഷേ WWE ഒഫീഷ്യലി ഇത് WWEയുടെ സ്റ്റോറി ലൈനേക്കാളും മുമ്പേ തന്നെ ഇത് WWE കൺഫേം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ WWEയുടെ ഇൻസ്റ്റാഗ്രാം വഴി WWE അത് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മത്സരം കോഫി കിങ്സ്റ്റണും ഡാനിയൽ ബ്രൈനുമായിട്ട് റസിൽമേനിയ 35 ഒരു WWE ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കും എന്നുള്ളൊരു മാച്ച് കാർഡിൻ്റെ അവരത് ഉൾപ്പെടുത്തി തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി WWE ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ അവരത് അഡ്വർടൈസ് ചെയ്യാൻ ആരംഭിച്ചു. അത് അറിഞ്ഞോ അറിയാതെയോ അത് നേരത്തെ തന്നെ അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും അപ്പോൾ നമുക്കൊരു കാര്യം തീർച്ചയാണ്, അടുത്ത വരുന്ന ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നമുക്ക് ഒരു അവസരം കൂടെ ഡാനിയൽ ബ്രൈനുമായിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുന്നതിന് കോഫി കിങ്സ്റ്റണ് ഒരു അവസരം കൂടെ ഒരു സ്മാക്ക് ഡൗണിൽ ലഭിക്കുമെന്നുള്ളൊരു കാര്യം ഏകദേശം തീർച്ചയായി കഴിഞ്ഞു. അപ്പോൾ അതിൽ അടുത്ത ഒരു ആഴ്ചയിലെ സ്മാക്ക് ഡൗണിൽ അതിന് കോഫി കിങ്സ്റ്റൺ യോഗ്യത നേടും എന്നുള്ളതായിരിക്കും ഏകദേശം അതിൻ്റെ സ്റ്റോറി ലൈൻ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു മത്സരം ഒഫീഷ്യലി WWE കൺഫേം ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. അതുകൂടാതെ കർട്ടാങ്കിൾ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിലൂടെ പങ്കുവെച്ച റസിൽമേനിയ 35ൻ്റെ ഒരു പോസ്റ്ററിലും കൃത്യമായിട്ട് കോഫി കിങ്സ്റ്റണും ഡാനിയൽ ബ്രൈനുമായിട്ടുള്ള ഒരു WWE ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു പിക്ചറും അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമാണ് മത്സരം നടക്കും എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ WWEയുടെ സ്റ്റോറി ലൈനേക്കാളും മുമ്പേ തന്നെ അവരത് അനൗൺസ് ചെയ്ത പോലെ തന്നെയാണ്. ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും അവരത് അഡ്വർടൈസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം മത്സരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അതിൽ ഫിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനിയും അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതിൽ റസിൽമേനിയ മൂവ്മെൻറ്റിലെ അണ്ടർടേക്കർ അതുപോലെ ജോൺ സീനയാണ്. അപ്പോൾ അവരുടെ ഒരു മാച്ച് ഇതുവരെ ഒന്നും തന്നെ നിലവിൽ WWE അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ ഇനി ഒരു സ്മാക്ക് ഡൗൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റോയും മറ്റൊരു സ്മാക്ക് ഡൗണും കൂടിയുണ്ട്. അപ്പോൾ ടോട്ടൽ 2 സ്മാക്ക് ഡൗണും ഒരു റോയും നമുക്ക് മുന്നിൽ ഇനിയുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പക്ഷേ ഒരു മത്സരം നടക്കാം. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഇതിന് മുമ്പായിട്ട് ഒരു റൂമർ നിലവിലുണ്ടായിരുന്നു. അതിനോടൊപ്പം ഞാൻ പറയുകയാണ്, അണ്ടർടേക്കറും സ്റ്റിങ്ങുമായിട്ടുള്ള ഒരു മത്സരം നടക്കുമെന്നുള്ള ഒരു റൂമർ നിലവിലുണ്ടായിരുന്നു. കാരണം സ്റ്റിങ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം മാച്ച് എന്ന് പറയുന്ന അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അണ്ടർടേക്കർ എന്ന് പറയുന്ന ഒരു റസ്ലറെ ആയിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് ഉണ്ടെങ്കിൽ WWEയിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ റസ്ലിങ്ങിൽ നിന്ന് അദ്ദേഹം റിട്ടയർമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഫൈനൽ മാച്ച് അണ്ടർടേക്കറുമായിട്ടായിരിക്കും എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചുറി മൂലം അദ്ദേഹം റസ്ലിങ്ങിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അദ്ദേഹം വിരമിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അത് അണ്ടർടേക്കറുമായിട്ട് തന്നെ നടക്കും എന്നുള്ളൊരു കാര്യം കൺഫേം ആണ്. അപ്പോൾ നേരത്തെ ഇത് റസിൽമേനിയ 35 ചിലപ്പോൾ ഒരു പക്ഷേ ഇത് നടന്നേക്കാം എന്നുള്ള ഒരു സൂചനകളൊക്കെ പല സൈറ്റുകളും വെബ്സൈറ്റുകളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി അതിനുള്ള ഒരു സാധ്യത ഈ വർഷത്തെ റസിൽമേനിയയിൽ നമുക്കത് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റസിൽമേനിയയിൽ നടക്കാവുന്ന ഒരു ബിഗ്ഗസ്റ്റ് മാച്ച് തന്നെയാണ് അണ്ടർടേക്കറും അതുപോലെ തന്നെ ഐക്കൺ സ്റ്റിങ്ങുമായിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുന്നത്. അത് വെറും ഒരാഴ്ച കൊണ്ട് അത് കൺഫേം ചെയ്തുകൊണ്ട് അത് ഒരാഴ്ചയിലെ ഗ്യാപ്പിൽ മാത്രം അത് അവർ അഡ്വർടൈസ് ചെയ്ത് അത് പെട്ടെന്ന് അങ്ങനെ ഒരു മത്സരം ഇത്രയും വലിയൊരു ബിഗ്ഗസ്റ്റ് മാച്ച് അവരങ്ങനെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ അത് വളരെ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു ഡ്രീം മാച്ച് അവർ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വരും വർഷങ്ങളിൽ അത് പ്രതീക്ഷിക്കാമെങ്കിലും ഈ ഒരു റസിൽമേനിയ 35 അതിനുള്ള സാധ്യതകളില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. തുടർന്ന് മറ്റൊരു എപ്പിസോഡിലൂടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.